4 മക്കളോ അതിൽ കൂടുതലോ ഉള്ള കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 50,000 രൂപ വീതം നൽകുന്ന ഒരു സഹായ പദ്ധതി ഈ രൂപതയിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മളൊരു വർഷം 4 കോടിയോളം രൂപ സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. 2 കുട്ടികൾ കഴിഞ്ഞുള്ളവർക്ക് സൗജന്യമായ ട്യൂഷൻ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കുന്ന ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രസവ ശുശ്രൂഷയുടെ ചെലവ് ഗണ്യമായ രീതിയിൽ കുറവ് ചെയ്തിട്ടുണ്ട്. ജീവനെ സംരക്ഷിക്കുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് പ്രസാദിപ്പിക്കുന്നത്. കർഷകനെ ആരും സ്നേഹിക്കുന്നില്ല, അവന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു ദുരന്തമുഖത്താണ് ഇന്ന് കുടിയേറ്റ കർഷകർ എത്തിപ്പെട്ടിരിക്കുന്നത്. ഒരു തിന്മ കണ്ടിട്ട് അതിനെ എതിർക്കാതെ ജീവിക്കുന്നവൻ ചാവുദോഷത്തിൽ ജീവിക്കുന്നു എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ വിഷയമാണ്, അത് പള്ളിയിലച്ചന്മാരാണ് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് കർഷകരെ കൈയൊഴിയുന്നവർ മനസ്സിലാക്കിയിരിക്കുക. ഇന്നിത് കർഷകന്റെ വിഷയമാണ് എങ്കിൽ നാളെ അത് നിങ്ങൾ ഓരോരുത്തരുടെയും വിഷയമാണ്. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവസാനമാണ്. പിതാവെ, യുവദമ്പതികൾക്കിടയിൽ കുറഞ്ഞ ശതമാനത്തിനെങ്കിലും കൂടുതൽ മക്കൾ വേണമെന്ന പഴയ തലമുറയുടെ ചിന്തയിലേക്കും വിചാരത്തിലേക്കും അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ മക്കൾ വേണമെന്ന് സഭ പറയുമ്പോഴും ഈ മക്കളെ എങ്ങനെ വളർത്തും എന്ന് നിസ്സഹായതയോടെ ചോദിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുമുണ്ട്. പിതാവെ, തലശ്ശേരി അതിരൂപതയിൽ കൂടുതൽ മക്കളുള്ള മക്കളെയും കുടുംബങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ അതിരൂപതയ്ക്ക് എന്തെങ്കിലും പുതിയ കർമ്മ പദ്ധതികൾ പിതാവിൻ്റെ മനസ്സിലുണ്ട്? കൂടുതൽ മക്കൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, തിരുസഭ ആഗ്രഹിക്കുന്നു, തലശ്ശേരി അതിരൂപത അതുകൊണ്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങനെ എല്ലാ കുടുംബങ്ങളെയും സാമ്പത്തികമായി സഹായിക്കാനുള്ള സാഹചര്യങ്ങളോ അതിനുള്ള സമ്പത്തോ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ ഇല്ല എന്ന് നമുക്കറിയാവുന്നു. എങ്കിലും ഏറ്റവും അർഹരായവർ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സിലേക്ക് പഠിക്കാൻ നിയോഗിക്കപ്പെടുമ്പോൾ ഇപ്രകാരം 4 മക്കളിൽ കൂടുതൽ ഉള്ള കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സ്, ഇപ്പം നേഴ്സിങ്, എൻജിനീയറിങ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് 4 മക്കളോ അതിൽ കൂടുതലോ ഉള്ള കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 50,000 രൂപ വീതം നൽകുന്ന ഒരു സഹായ പദ്ധതി ഈ രൂപതയിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രൂപതയുടെ സ്ഥാപനങ്ങളിൽ ഇത്തരം കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ എൻജിനീയറിംഗ് കോളേജിലൊക്കെയും നമ്മളൊരു വർഷം ഒരു 4 കോടിയോളം രൂപ വിവിധ ഇനങ്ങളിൽ സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പഠിക്കാൻ മിടുക്കരായതും കൂടുതൽ മക്കളുള്ളതുമായ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ കൂടി ലക്ഷ്യമാക്കിയാണ് ഇത്തരം സ്കോളർഷിപ്പ് പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നത്. രൂപതയുടെ എല്ലാ പ്രൊഫഷണൽ കോളേജുകളിൽ, നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോളേജുകളിൽ ഈ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പാക്കേജുകൾ ആഗ്രഹിക്കുക മാത്രമല്ല നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സന്യാസഭകളുമായി കൂടിയാലോചിച്ച് ഇവിടുത്തെ സ്കൂളുകൾ നടത്തുന്ന സഭകൾ, രൂപതയുടെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതിലൊക്കെയും ഇപ്രകാരം കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, 2 കുട്ടികൾ കഴിഞ്ഞുള്ളവർക്ക് സൗജന്യമായ ട്യൂഷൻ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കുന്ന ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപതയുടെയും സന്യാസഭകളുടെയൊക്കെ ആശുപത്രികളിൽ ഇവരുടെ പ്രസവ ശുശ്രൂഷയുടെ ചെലവ് ഗണ്യമായ രീതിയിൽ കുറവ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെ ഫീസ് ഒഴികെ ബാക്കിയെല്ലാം ഒഴിവ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ധാരണ എന്ന് പറയും. അപ്രകാരം പല രീതിയിൽ അവരെ
അനുയാത്ര ചെയ്യാനും സഹായിക്കാനും അതിരൂപത കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് ഈ രൂപതയിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രൂപതകളും തന്നെ സമാനമായ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. കാരണം ജീവനെ സംരക്ഷിക്കുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് പ്രസാദിപ്പിക്കുന്നത്. പിതാവേ, പ്രകൃതിയും ജീവനും സൃഷ്ടിച്ച് മനുഷ്യനെ ഫലമേൽപ്പിച്ച ദൈവം പോലും വിചാരിക്കാത്ത രീതിയിലാണ് ഇന്ന് കർഷക മക്കൾ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നത്. തലശ്ശേരി അതിരൂപതയിലെ കർഷകരുടെ ഉൾത്തുടിപ്പുകൾ തൊട്ടറിയുന്ന അങ്ങ്, ഒരു മലയോര കർഷകൻ്റെ പുത്രനായി ജനിച്ച അങ്ങ്, തീർച്ചയായും ഈ ആകുലതകളും വ്യാകുലതകളും തൊട്ടറിയുന്നതുകൊണ്ട് തന്നെയാണ് ഉത്തര മലബാർ കർഷക പ്രക്ഷോഭം എന്ന പേരിൽ ഒരു വലിയ കർഷക പ്രക്ഷോഭത്തിന് പോലും അങ്ങ് ആക്കം കൂട്ടിയത്. പിതാവ്, ഈ ഒരു പ്രതിസന്ധി, ഈ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഇവരെ സഹായിക്കുക, പിതാവിന് കൂടുതൽ രംഗത്തിറങ്ങി. കാരണം പിതാവ് ഒരു അതിരൂപതയിലെ തന്നെ ഒരു കർഷക മകനായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി, ബഫർ സോൺ വിഷയമായിക്കോട്ടെ, വന്യമൃഗ ശല്യമായിക്കോട്ടെ, നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ കർഷകരെ കാത്തു സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത്? കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമായ കാര്യമാണ്. കൃഷി ഒരു ഉപജീവന മാർഗമായി സ്വീകരിക്കാൻ പാടില്ല എന്ന് വരും തലമുറയെ ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. കാരണം കർഷകന് മാത്രം അവകാശങ്ങളില്ല, അവൻ അധ്വാനം മാത്രമേ ഉള്ളൂ. എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും ഇവിടെ ശമ്പള വർധനവിന് വേണ്ടി കമ്മീഷനെ നിയോഗിക്കുകയും അവർക്ക് അപ്രകാരമുള്ള വേതന വ്യവസ്ഥകളിൽ വർധന വരുത്തുകയും ചെയ്തു. എന്നാൽ കർഷകൻ്റെ അധ്വാനം മുഴുവനും നശിച്ചു പോയാൽ, ഇപ്പോൾ ഉദാഹരണം ഇവിടെ പൂളക്കുറ്റി ഭാഗത്ത് വലിയ ഉരുൾപൊട്ടലുണ്ടായി. ഒരു മനുഷ്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത 5000 വാഴകളാണ് ഒന്നിച്ച് ഒലിച്ചു പോയി. 5000 വാഴ നട്ടുപിടിപ്പിച്ച് കൊലച്ച് ഓണത്തിന് വെട്ടാൻ വേണ്ടി ആ മനുഷ്യൻ കണക്ക് കൂട്ടി വളർത്തിക്കൊണ്ടുവന്നു. അയാൾക്കുണ്ടായ നഷ്ടം, അതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വാഴ ഇൻഷൂർ ചെയ്തില്ല, അതുകൊണ്ട് നഷ്ടപരിഹാരം ഇല്ല എന്ന വളരെ ലളിതമായ ഉത്തരം പറഞ്ഞ് കൃഷി വകുപ്പും അതുപോലെ ഉത്തരവാദപ്പെട്ടവരും പിന്മാറുകയാണ്. കർഷകന്റെ സങ്കടങ്ങൾക്ക് മാത്രം ഒരിടത്തുനിന്ന് ഉത്തരവില്ല എന്നുള്ളത് ദുഃഖകരമാണ്. പ്രത്യേകിച്ച് കുടിയേറ്റ കർഷകരെ എന്തോ കയ്യേറ്റക്കാരായിട്ടാണ് ചില ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈ കുടിയേറ്റ മക്കളൊക്കെ 70ഉം 80ഉം കൊല്ലമായി ഇവിടെ സർക്കാർ നിശ്ചയിച്ച പ്രകാരം ആധാരവും പട്ടയവുമുള്ള കൃഷിഭൂമി സ്വന്തമാക്കി അവിടെ ചോരയും നീരും കൊടുത്ത് വളർത്തിയെടുത്തതാണ് അവരുടെ അധ്വാന ഫലമായി കൃഷിഭൂമി. അതിനെ ഒരു സുപ്രഭാതത്തിൽ ബഫർ സോണായി പ്രഖ്യാപിക്കുമ്പോൾ അധികാരികൾ പറയും ബഫർ സോണിൽ നിന്ന് ആരെയും കുടിയിറക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ബഫർ സോണിൻ്റെ ദുരന്തം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഭൂപ്രദേശത്ത് ഏക്കറിന് 20 ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ഏക്കറിന് 20 രൂപയ്ക്ക് പോലും ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കായി കർഷകന്റെ ഭൂമി മാറ്റപ്പെട്ടു. അതിലൂടെ കർഷകന്റെ സർവ്വസമ്പാദ്യവും ഇല്ലാതായി തീരുക. അവൻ അതിനകത്ത് നിന്ന് 1 ഏക്കർ വിറ്റ് പെണ്ണിനെ കെട്ടിക്കാനോ അല്ലെങ്കിൽ കൊച്ചിനെ പഠിപ്പിക്കാനോ കരുതി വെച്ചത് അവൻ്റെ ഭൂമിയാണ്, അവൻ്റെ സമ്പത്ത്. പക്ഷേ അതിപ്പോൾ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലെത്തി എന്നുള്ളത് ദുഃഖകരം. അതുപോലെ തന്നെ കാട്ടുപന്നി ക്രമാതീതമായി പെരുകുന്ന ഒരു ജീവിയാണ് ഈ പറഞ്ഞ പന്നികൾ എന്ന് നമുക്കറിയാം. കാട്ടുപന്നിയുടെ ഇടയിലും ഇത് തന്നെയാണ് വിഷയം. ഇന്ന് കേരളത്തിലെ കാട്ടുപന്നികളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോൾ 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന കാട്ടുപന്നികളുടെ 3 ഇരട്ടി പന്നികൾ ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്. ആ കണക്ക് പോലും ശരിയല്ല. നമുക്കറിയാം ഇന്നിപ്പോൾ ഈ മലയോരത്തെ ഓരോ കൃഷിഭൂമിയിലും 10ഉം 25ഉം കാട്ടുപന്നികൾ വീതം കുടുംബമായിട്ട് കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നു. ഇതൊന്നും കാട്ടുപന്നി അല്ല. വനാതിർത്തിയിൽ നിന്ന് 10ഉം 40ഉം 30ഉം കിലോമീറ്റർ അകലെ ഉള്ള കൃഷിഭൂമിയിൽ വളരുന്ന പന്നിയെ കാട്ടുപന്നി എന്ന് എന്തിനാ വിളിക്കുന്നു? അത് കാട്ടുപന്നി അല്ല. കൃഷിഭൂമിയെ സംരക്ഷിക്കാനുള്ള അവകാശം
അവിടെ അതിക്രമിച്ച് കിടക്കുന്ന മൃഗങ്ങളിൽ നിന്ന് തൻ്റെ ജീവനും സ്വത്തും കുടുംബവും സംരക്ഷിക്കാനുള്ള അവകാശം കർഷകന് തിരികെ കൊടുക്കുക എന്നുള്ളതാണ് കാർഷിക മേഖലയിലെ വന്യമൃഗശല്യം ഒഴിവാക്കാനുള്ള ഏറ്റവും യുക്തമായ പ്രതിവിധി. അതിനെ നിയമത്തിൻ്റെ കൂച്ചുവിലങ്ങിട്ട് ഒരു ഉടുമ്പിനെ കൊന്നാൽ 7 വർഷം തടവ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വനപാലകർ കർഷകരെ പീഡിപ്പിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ബഫർ സോണിനെ സംബന്ധിച്ച് സർക്കാരുകൾക്ക് സമ്പൂർണമായ തെറ്റുപറ്റി എന്ന് വ്യക്തമായിട്ടും അത് തിരുത്താനുള്ള ബോധപൂർവമായ ഒരു ശ്രമവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കേസ് നടത്താനുള്ള ഉത്തരവാദിത്വം വനം വകുപ്പിനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കർഷക വിരുദ്ധത പ്രഖ്യാപിത നയമായി സ്വീകരിക്കുന്ന ഒരു വകുപ്പ് ഇത് കൈകാര്യം ചെയ്താലത്തെ അവസ്ഥ എന്താ? കോഴിക്കൂടിൻ്റെ സുരക്ഷിതത്വം കുറുക്കനെ ഫലമേൽപ്പിച്ചതിന് സമാനമാണ്. ബഫർ സോൺ വിഷയം ചർച്ച ചെയ്യാൻ വനം വകുപ്പിനെ മാത്രമായി ചുമതലപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിൻ്റെ നിരുത്തരവാദപരമായ നിലപാട് വ്യക്തമാണ്. കർഷകനെ ആരും സ്നേഹിക്കുന്നില്ല, അവന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു ദുരന്തമുഖത്താണ് ഇന്ന് കുടിയേറ്റ കർഷകർ എത്തിപ്പെട്ടിരിക്കുന്നത്. അതിനെതിരായി ശക്തമായ നിലപാടുകൾ സഭയ്ക്കല്ല, ഈ പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കുമുണ്ട്. ഞങ്ങളുടെ അധ്വാന മേഖലയെ, ഞങ്ങളുടെ ഉപജീവന മാർഗമായ കൃഷിഭൂമിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഇവിടുത്തെ കർഷക ജനത ഒറ്റക്കെട്ടായി നിൽക്കും. അവരുടെ മുൻനിരയിൽ തന്നെ നിൽക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ജനത്തിൻ്റെ ദുഃഖങ്ങൾ എൻ്റെയും ദുഃഖങ്ങൾ തന്നെയാണ് എന്ന തിരിച്ചറിവാണ് എന്നെ അതിനെ പ്രേരിപ്പിക്കുക. ഒരു തിന്മ കണ്ടിട്ട്, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഒരു തിന്മ കണ്ടിട്ട് അതിനെ എതിർക്കാതെ ജീവിക്കുന്നവൻ ചാവുദോഷത്തിൽ ജീവിക്കുന്നു എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. പിതാവ്, ഈ ബഫർ സോൺ വിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഏത് വിഷയങ്ങൾ വന്നാലും അഭിവന്യ പിതാക്കന്മാരും ഇടപെട്ട് കഴിയുമ്പോൾ അതിന് ഒരു സാമുദായിക നിറം കൊടുത്തുകൊണ്ട് അതിനെ വേറൊരു രീതിയിലേക്ക് സൈഡ് ലൈൻ ചെയ്യാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. പിതാവെ, അതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? നാട്ടിൽ മുഴുവനും ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം തങ്ങളുടേതാണ് എന്ന് വിചാരിച്ച് പകലന്തിയോളം പണിയെടുക്കുന്ന കർഷകര്, കുടിയേറ്റ കർഷകര് ബഹുഭൂരിപക്ഷവും ഒരു സമുദായത്തിൽപ്പെട്ടവരായി തീർന്നു. അവരെ അധ്വാനിച്ചുണ്ടാക്കിയ അധ്വാന ഫലങ്ങൾ കച്ചവടം ചെയ്യുന്നവരായിരിക്കാം മറ്റ് ഒരു സമുദായം. ഇത് ആത്യന്തികമായി ബഫർ സോൺ വിഷയം എന്ന് പറയുന്നത് ഈ കുടിയേറ്റ ജനതയുടെ മാത്രം വിഷയമാണ് എന്ന് കരുതി കയ്യും കെട്ടിയിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇതെല്ലാവരെയും ബാധിക്കും. ഈ പാവപ്പെട്ട കർഷകൻ പകലന്തിയോളം പണിയെടുത്ത് വാഴക്കൊലയും അതുപോലെ ചക്കയും മാങ്ങായും തേങ്ങായും ചേനയും കപ്പയും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ അവിടുത്തെ വിൽപ്പനക്കാരനും വ്യവസായികൾക്കും അതുകൊണ്ട് ഗുണമുള്ളൂ. അവനിത് അധ്വാനിക്കാൻ അവസരമില്ല. അവൻ്റെ ഉപജീവന മാർഗം അടയുമ്പോൾ സ്വാഭാവികമായും അനുബന്ധമായ പ്രതിസന്ധി വ്യാപാര വ്യവസായ മേഖലകളിലും സംഭവിക്കും. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ വിഷയമാണ്, അത് പള്ളിയിലച്ചന്മാരാണ് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് കർഷകരെ കൈയൊഴിയുന്നവർ മനസ്സിലാക്കിയിരിക്കുക. ഇന്നിത് കർഷകൻ്റെ വിഷയമാണ് എങ്കിൽ നാളെ അത് നിങ്ങൾ ഓരോരുത്തരുടെയും വിഷയമാണ് എന്നുള്ള തിരിച്ചറിവോടെ ഇന്ന് കർഷക പക്ഷത്ത് നിൽക്കാൻ സൗമനസ്യം കാണിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്ന് കേരളത്തിലെ കർഷക സമൂഹം നേരിടുന്ന ഈ വെല്ലുവിളി, അവർ ഇവിടെ ജീവിക്കുവാൻ അവർക്ക് ഒരേ സമയം അധികാരികളോടും അതുപോലെ കാട്ടുമൃഗങ്ങളോടും വന്യ നിയമങ്ങളോടും ഒരേ സമയം പടപൊരുതേണ്ട ഒരു കാലഘട്ടത്തിലാണ് അവരിന്നുള്ളത്. അവർ ആകെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് പാമ്പ്ളാനി പിതാവിനെ പോലെയുള്ള ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെയാണ്. അവരുടെ പരിശ്രമങ്ങൾക്ക് നമുക്ക് പൂർണ്ണ പിന്തുണ നൽകണം. പ്രിയപ്പെട്ട പിതാവെ, ഇന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ ചെലവേറിയ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. അവർക്ക്
ഇന്നത്തെ കോവിഡിനും പ്രളയത്തിനുമൊക്കെ ശേഷം നമ്മുടെ അതിരൂപതയുടെ മലയോര പ്രദേശങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം അവരുടെ ഉന്നത പഠനങ്ങൾ പലരുടെയും മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ, ഈ കുട്ടികളുടെ ഉന്നത പഠനത്തിനും അവരുടെ പഠനത്തിനുമായി അഭിവന്ദ്യ പിതാവെ എന്തൊക്കെ കർമ്മ പദ്ധതികളാണ് തലശ്ശേരി അതിരൂപതയ്ക്ക്? യെസ്, കുട്ടികളുടെ പഠനത്തിനും അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലയിൽ വലിയ ശ്രദ്ധ തലശ്ശേരി അതിരൂപത എക്കാലവും നൽകിയിരുന്നു. അഭിവന്ദ്യ വള്ളോപ്പള്ളി പിതാവ് ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും മാതൃകയായ ഒരു ഗാന്ധിയനായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. തുടർന്ന് വന്ന പിതാക്കന്മാരും ആ വലിയ പാതയാണ് പിന്തുടർന്നത്. തലശ്ശേരി അതിരൂപതയുടെ ജീവകാരുണ്യ മേഖലകൾ കുട്ടികളുടേതാണ് ചോദിച്ചതെങ്കിലും പൊതുവായി പറഞ്ഞാൽ അല്ലെ കുട്ടികളുടേതെന്ന് തന്നെ പറഞ്ഞോളൂ, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഇപ്രകാരമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ പഠിക്കാൻ കഴിവും ആഗ്രഹവുമുള്ള ഒരു കുഞ്ഞു പോലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പഠനം നിർത്തിവയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് അതിരൂപത ആഗ്രഹിക്കുന്നു. എല്ലാവരെയും അവരാഗ്രഹിക്കുന്ന പൂർണ്ണതയിൽ സഹായിക്കാൻ നമുക്ക് പറ്റി എന്നൊന്നും നമുക്ക് അവകാശപ്പെടാനാവില്ല. പക്ഷേ അവരെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ രൂപതാ തലത്തിൽ മാത്രമല്ല ഇടവകാ തലങ്ങളിൽ തന്നെ അപ്രകാരം വിദ്യാഭ്യാസ നിധികൾ രൂപീകരിച്ചുകൊണ്ട് വലിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച ഇടവകളുണ്ട്. രൂപതാ തലത്തിൽ തന്നെ കഴിഞ്ഞ വർഷം കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മൾ ഒരു 5 കോടിയിൽ പരം രൂപ നമുക്ക് ഇപ്രകാരം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് പ്രൊഫഷണൽ മേഖലകളിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്നത് കുടുംബങ്ങൾ സുരക്ഷിതമാകുമ്പോൾ, കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് മാറാ രോഗങ്ങൾ വരുന്ന, പ്രത്യേകിച്ച് ഈ മലയോരത്തൊക്കെ ഞാൻ പലപ്പോഴും കണ്ടൊരു പ്രതിസന്ധി ഡയാലിസിസ് ചികിത്സയ്ക്ക് വിധേയമാകുന്നവർ എന്ന് പറഞ്ഞാൽ വൃക്ക രോഗികൾ, അത് ജീവിതക്രമം മൂലം ജീവിതശൈലി രോഗങ്ങളായി പരിണമിക്കുന്നതാണ്. ഏതാണെങ്കിലും ഒരിക്കൽ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ട ദുഃഖകരമായ സംഭവം, ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ മുഖവും കൈയും ഒക്കെ നീര് വന്നിരിക്കുന്നു. അപ്പോഴവൻ പറഞ്ഞു, ഞാൻ ഡയാലിസിസ് നടത്തുന്ന ഒരു പേഷ്യൻ്റാണ്. എന്ത് ചെയ്യുന്നത്, ഡയാലിസിസ് നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ നീര് വന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, അത് ചെയ്യുന്നതിന് പൈസ വേണ്ടേ, ആഴ്ചയിൽ 3 തവണ നടത്തേണ്ടതാണ്. ഇപ്പം ഞങ്ങൾ 2 ആഴ്ചയിൽ ഒന്നാക്കി അത് ചുരുക്കി. കാരണം വേറെ നിവൃത്തിയില്ല, സാമ്പത്തികം ഇല്ല. അതാണ് തീർച്ചയായും അങ്ങനെയുള്ള ഒരുപാട് സങ്കടങ്ങളുടെ നടുവിൽ നിന്നാണ് ഏഞ്ചൽ ഡയാലിസിസ് പദ്ധതി അഭിവന്യ ജോർജ് ഞർലക്കാട്ട് പിതാവിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി സ്മാരകമായി അതിരൂപത ആരംഭിച്ചത്. ഇന്ന് അത് വിവിധ കേന്ദ്രങ്ങളിലായിട്ട് വലിയൊരു ശുശ്രൂഷ മലയോര മേഖലയിൽ നൽകുന്നുണ്ട് എന്നുള്ളത്, 100 കണക്കിന് വൃക്ക രോഗികളെ സഹായിക്കാൻ കഴിയുന്നു എന്നുള്ള ചാരിതാർത്ഥ്യം അതിരൂപതയ്ക്കുണ്ട്. അത് എല്ലാ ഇടവകളും അതിന് വേണ്ട ചെലവുകൾ പങ്കിട്ടെടുക്കുന്നു എന്നുള്ള വലിയൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷയും കൂടിയാണ്. എവിടുന്നും അതിന് പ്രത്യേകിച്ച് ഒരു ഫണ്ടും കിട്ടുന്നില്ല. സാധാരണ മനുഷ്യൻ്റെ ചില്ലിക്കാശികൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ രോഗികളെ സഹായിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ കുടുംബങ്ങളെ ഭദ്രമാക്കുന്നത് സ്വന്തമായി വീടില്ലാത്ത, സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ പ്രദേശങ്ങളിലുണ്ട് എന്നുള്ളതാണ് സത്യം. അവർക്ക് വേണ്ടിയാണ് അതിരൂപത ബിഷപ്പ് സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ 1000 വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളതായിരുന്നു അതിരൂപതയുടെ കർമ്മ പദ്ധതി. അത് 2028 ആകുമ്പോൾ 1000 വീട് നിർമ്മിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 600ഓളം വീടുകൾ നിർമ്മിച്ച് നൽകാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതൊരു 2025 ആകുമ്പോഴത്തേക്കും ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നും 28 ആകുമ്പോഴത്തേക്കും ശേഷിക്കുന്ന ഒരു 100-800 പേരെയും കൂടി ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്.
അവർക്കും കൂടി വീട് വെച്ച് നൽകുക എന്നുള്ള ബൃഹത്തായ ഒരു ജീവകാരുണ്യ പദ്ധതി, അതുപോലെ തന്നെ ഒരു ഭൂദാന പദ്ധതി രൂപത ആലോചിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇടവകയുടെ പള്ളികളാകാം, അതുപോലെ തന്നെ ഭൂസ്വത്തുള്ള വ്യക്തികളാകാം. അവർ സൗകര്യപ്രദമായ ഒരു വീട് പണിയാൻ സൗകര്യപ്രദമായ ഒരു 10 സെൻറ്റ് ഭൂമി അല്ലെങ്കിൽ ഒരു 5-6 സെൻറ്റ് ഭൂമിയെങ്കിലും ഈ പാവപ്പെട്ടവർക്ക്, വീടില്ലാത്ത ഭൂമിയും ഇല്ലാത്തവർക്ക് വേണ്ടി ഈ സംഭാവന ചെയ്യുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ നടപ്പിലായിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരം നമ്മൾ സുരക്ഷിതമായൊരു ഭവനവും ആരോഗ്യ പരിചരണത്തിനുള്ള വഴികളും വിദ്യാഭ്യാസത്തിനുള്ള വഴികളും ഒരുക്കുന്നതിലൂടെ ഒരു ജനതയുടെ സമഗ്രമായ വളർച്ചയ്ക്കുള്ള വഴി തെളിക്കപ്പെടും എന്നുള്ള ചിന്തയാണ് അതിരൂപതയ്ക്കുള്ളത്. ഇനിയുള്ള കാലഘട്ടത്തിൽ സഭയുടെ സംരക്ഷകരായി ആത്മായ ശക്തി ഒരു കോട്ടയായി വളരുക തന്നെ വേണം എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആത്മായ ശാക്തീകരണം അതൊരു വലിയ വിഷയമായി ഏറ്റെടുക്കുവാൻ യുവാക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ പിതാവെ അങ്ങേക്ക് എന്തൊക്കെ പദ്ധതികളാണ്? അൽമായർ തീർച്ചയായും ശക്തിപ്പെടണമെന്നും അവർ സഭയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. അവരോട് ചേർന്നതാണല്ലോ ഈ സഭ എന്ന് പറയുന്നത്. സഭ ദൈവജനമാണ് എന്നുള്ള ആ കാഴ്ചപ്പാടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുമ്പോട്ട് പോയി. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ചൂടുകൂടി മുമ്പോട്ട് പോയിട്ട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് ഒരേ വഴിയിൽ യാത്ര ചെയ്യുന്നവരാണ്. സിനഡാലിറ്റി എന്ന സഭാസങ്കല്പം പരിശുദ്ധ പിതാവ് പറഞ്ഞു. അതിൽ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം, എല്ലാവരെയും ബാധിക്കുന്ന കാര്യം എല്ലാവരോടും ആലോചിക്കുകയും എല്ലാവരുടെയും സമ്മതം മേടിക്കുകയും ചെയ്യും. ഇടവകയിലെ പദ്ധതികൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ താല്പര്യമല്ല നടപ്പിലാകേണ്ടത്, എല്ലാവരോടും കൂടി ആലോചിക്കും. രണ്ടാമതായി മാർപ്പാപ്പ പറഞ്ഞ് എല്ലാവരും മാമോദീസ സ്വീകരിച്ച് എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിൻ്റെ സമഗ്രത അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാ വ്യക്തികളെയും നമ്മൾ ശ്രവിക്കണം. വികാരിച്ചനായ എന്നിലൂടെയോ മെത്രാനായ എന്നിലൂടെയോ മാത്രമേ പരിശുദ്ധാരൂപി സംസാരിക്കുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നതാണ് അബദ്ധം. മറിച്ച് ഈ തലശ്ശേരി അതിരൂപതയെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്വപ്നം എന്ത് എന്നറിയണമെങ്കിൽ ഈ അതിരൂപതയിലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് എല്ലാവരെയും ഞാൻ ശ്രവിക്കണം എന്നാണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത്. ആ ഒരു സിനഡാത്മക സഭ എന്നുള്ളത് തീർച്ചയായും നമ്മുടെ അതിരൂപതയുടെയും വലിയ സ്വപ്നമാണ്. അത് കൂടുതൽ ആത്മായ ശാക്തീകരണത്തിന് വഴിതെളിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അഭിവന്ദ്യ പിതാവേ, സിറോ മലബാർ സഭയിൽ പുരോഹിത പട്ടക്രമത്തിൻ്റെ പ്രാരംഭമായി വൈദികാർത്ഥി മെത്രാൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് ഏറ്റുചൊല്ലുന്ന ഒരു വിശ്വാസ പ്രതിജ്ഞയുണ്ട്. അത് ഞാനൊന്ന് വായിക്കുന്നതിൽ വിരോധമില്ല. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മെത്രാപ്പോലിത്തയോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും വിധേയത്വത്തോടെ വർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മെത്രാപ്പോലിത്തയെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. പിതാവേ, സിറോ മലബാർ സഭയിലെ ഒരു വൈദികൻ പോലും ഈ പ്രതിജ്ഞ ചൊല്ലാതെ പട്ടം സ്വീകരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പിതാവേ, ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ സഭയിലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികളിൽ അങ്ങേക്ക് വിശ്വാസികളോടും പ്രത്യേകിച്ച് നമ്മുടെ പുരോഹിതരോടുമൊക്കെ തീർച്ചയായും പറയാൻ ഒട്ടനവധി പ്രബോധനങ്ങളുണ്ടാവും. അത് തീർച്ചയായും വിശ്വാസികളുടെ പ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായും ഞങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുണ്ട്.
യെസ്, വിശ്വാസത്തിൻ്റെ വഴിയിലാണ് ഈ അനുസരണം എന്ന് പറയുന്നത് അടിസ്ഥാനമുള്ളതായിത്തീരും. അനുസരണം എന്ന് പറയുന്നത് ദൈവഹിതം അന്വേഷിക്കലാണ് അനുസരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സംഭവങ്ങളെയും നമ്മൾ ഒറ്റപ്പെട്ടതായി കരുതി വിലയിരുത്തി വിമർശിക്കുകയോ വിധിക്കുകയോ ചെയ്യേണ്ട സാഹചര്യമില്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിരുസഭ നിലകൊള്ളുന്നത് ഈ അനുസരണം എന്ന വ്രതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവസാന വാക്കാണ്. അതിന് മുകളിൽ ആരും സംസാരിക്കില്ല. ആ ഒരു അച്ചടക്കം, അനുസരണം സഭയെ ബലപ്പെടുത്തി നിർത്തുന്നു. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ എന്തിനനുസരിക്കണം എന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൽ നാം തിരിച്ചറിയുന്നു പരിശുദ്ധ മാർപ്പാപ്പ ദൈവപുത്രനായ ഈശോമിശിഹായുടെ ഈ ഭൂമിയിലെ ദൃശ്യതലവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കും. ഈശോയുടെ സഭയുടെ, അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വികാരി എന്നാണ് മാർപ്പാപ്പയെ വിളിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പകരക്കാരൻ എന്ന് നമ്മൾ മാർപ്പാപ്പയെ വിളിക്കും. ഞാൻ ഒരു കത്തോലിക്ക വിശ്വാസിയാണ് എങ്കിൽ തീർച്ചയായും കാലാകാലങ്ങളിലെ പരിശുദ്ധ മാർപ്പാപ്പമാരെ അനുസരിക്കണം. ആ അനുസരണത്തിൽ വീഴ്ച വരുത്തുക എന്ന് പറയുന്നത് എൻ്റെ കത്തോലിക്ക സ്വത്വബോധം എനിക്കില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ അനുസരണത്തിൽ നിന്ന് ഒഴിവ് ചോദിക്കരുത് എന്നതാണ് എല്ലാ വൈദികരോടും സ്നേഹബുദ്ധിയ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ വായിച്ചു കേട്ട പ്രതിജ്ഞ പോലെ ജോർജ് ഇത് വായിച്ചപ്പോൾ ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് വായിക്കുന്നതെന്ന് ആലോചിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ അൽമായരടക്കം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ട് എന്നും വൈദികരായ നമ്മുടെ ഭാഗത്തെ ഉദാസീനതകൾ, വീഴ്ചകൾ, അതുപോലെ തന്നെ വളരെ ലാഘവ ബുദ്ധിയോടെയുള്ള അനുസരണക്കേടുകൾ അവയൊക്കെയും ദൈവജനം ശ്രദ്ധിക്കുന്നുണ്ട് എന്നും അവ തിരുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ ഈ അനുസരണക്കേട് സഭയിൽ ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ച് എല്ലാ വൈദികരും, ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആളുകളെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, ഈ സഭയിലുടനീളം ഈ ദൈവഹിതം അന്വേഷിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് സഭയെ ദുർബലപ്പെടുത്തുന്ന സത്യം. അതാണ് അനുസരണക്കേടായി പുറത്തേക്ക് വരുന്നത് എന്നുള്ളത്. എൻ്റെ ഇഷ്ടം, എൻ്റെ നിലപാടുകൾ, എൻ്റെ നിർബന്ധ ബുദ്ധി, അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്. അങ്ങനെ ഒരുതരം ട്രേഡ് യൂണിയനിസത്തിലേക്ക് പൗരോഹിത്യം വഴിതെറ്റി മാറുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട അപകടകരമായ സത്യമാണ്. അത് തിരുത്തണം എന്നുള്ള ദൈവജനത്തിൻ്റെ ആഹ്വാനത്തെ എളിമയോടെ സ്വീകരിക്കാനുള്ള തുറവി നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. സഭ എല്ലാത്തിനെയും അതിജീവിക്കും. ഒരു പ്രതിസന്ധികളും സഭയെ തകർക്കാൻ കഴിയില്ല എന്നത് ചരിത്രമാണ്. ആ ചരിത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കേരള സഭയിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള ചെറിയ പ്രതിസന്ധികൾ അതിൻ്റേതായ ബോഡികളിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അഭിവന്ദ്യ പിതാവേ, അങ്ങേക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.